1, 2, 3. Happy birthday to you. എന്നോട് പിണങ്ങല്ലേ മോളെ. ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ. പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും? ശരി ആന്റി, ആന്റി വിഷമിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആവും? പ്ലീസ് ആന്റി, വന്ന് കേക്ക് കട്ട് ചെയ്യാ ആന്റി. ഡേയ്, ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. ഇത് തന്നെ സ്ഥിരം പരിപാടി. മാധവ, ആരെങ്കിലും മാധവനെ കണ്ടോ? ഡെയിലി പറയുന്നേ അല്ലേ, ഞങ്ങൾക്കറിയില്ല. പോടി വായടി. പോച്ചാ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. മാധവ, എവിടെ പോയി അവൻ? മാധവനെ എന്തിനാടി നോക്കുന്നേ? നിന്റെ മോള് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കേ. അത് പുള്ളി നോക്കാമേ. പതുക്കെ പതുക്കെ. മാധവ, വട മുഴുവൻ തീർക്കല്ലേ. മാധവന് വട ഇഷ്ടമല്ലേ? മാധവ് നേരത്തെ കഴിച്ചല്ലോ. കഴിച്ചെന്നോ? എപ്പോ? കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ. എവിടെ? ഏതോ മുഖ്യമായ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാ പോയത്. മുഖ്യമായ സബ്ജക്റ്റോ? ആദ്യത്തെ ഗോലിയോ രണ്ടാമത്തെ ഗോലിയോ? ആദ്യത്തെ ഗോലി. ഓടിക്കോ ഓടിക്കോ, അവന്റെ അച്ഛൻ വരുന്നുണ്ട്. ചേരിയിൽ പോയി ഗോളി കളിക്കാൻ മാത്രം നീ വളർന്നോടാ. അതും കാശ് വെച്ച്. നിനക്കറിയില്ല അവൻ എന്താ ചെയ്തെന്ന്. ചേരിയിൽ പോയി ഗോലി. ഞാൻ അവനയച്ചത്. വാട്ട്? എന്ത് വാട്ട്? എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്? ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്താണോ? അയ്യോ, കാണിക്കേ. എന്തൊരടിയാ ചടയെ അടിച്ചേക്കുന്നേ? നിങ്ങൾ മനുഷ്യനോ അതോ മൃഗോ? നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ്. നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത്. ഇവരുടെ മുമ്പിൽ നിൽക്കണ്ടവാ. കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനാ? ചേട്ടാ, നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ. വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കരയുന്നല്ലോ. മാസത്തെ 2 ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക്. ഇവനെ മാറും, നിങ്ങൾ മാറും. വടാ പോവാ. കരയില്ലേടാ കരയില്ലേടാ. എടാ കരയില്ലേ? എടാ പറയുന്ന കേക്കടാ. കരയില്ലേ കരയില്ലേ, പറയുന്ന കേക്ക്. ഡേയ് മഹാ, എന്തിനാണ് കരയുന്നേ? അവൻ നാളെ മുതൽ സ്കൂളിൽ വരില്ലടാ. ഇവന്റെ അച്ഛനെ ബോംബ് വെച്ച് കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ? അതിന് നാളെയാടാ വിധി. ഉറപ്പായിട്ട് തൂക്ക് കയറോ ജീവപര്യന്തോ കിട്ടുവടാ. അതുകൊണ്ട് ഇവന്റെ അമ്മ ഇവനെയും കൊണ്ട് നാളെ തന്നെ നാട് വിട്ട് പോവാൻ പോവാ. ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുമെന്നോർത്ത് കരയുവാണോടാ? എന്റെ അച്ഛൻ എത്ര നല്ല ആളാന്നറിയാമോ? അച്ഛനില്ലെങ്കിൽ എങ്ങനെയാടാ? എന്നോട് എന്ത് സ്നേഹാന്നറിയാവോ? നിന്റെ അച്ഛൻ സത്യമായിട്ട് നല്ലവനാണോ? അതേടാ. കരയില്ലടാ. എനിക്കാണെങ്കിൽ അമ്മയില്ല. നിന്റെ അമ്മയെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് 6 വയസ്സേ ഉള്ളൂ. എന്റെ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കണം. ആ 10 വയസ്സുള്ള മുതുക്കന് അമ്മ വാരി കൊടുക്കണം. എന്ത് ചെയ്യും? വാരി കൊടുത്താലേ അവൻ കഴിക്കൂ. ശീലമായി പോയി. അപ്പൊ എന്റെ അമ്മയാണോ അവന്റെ അമ്മയാണോ? രണ്ടുപേരുടെയാ. നോക്കമ്മേ, നിനക്ക് അമ്മയുണ്ട്, അവൻ അമ്മയില്ലല്ലോ. പാവം, അവന്റെ അച്ഛന് ഒട്ടും സ്നേഹമില്ല. അതാ ഡെയിലി ഇതന്നെ പറയുന്നത്. കഴിക്കും. ഇറ്റ്സ് ഓക്കെ. എന്തായത്? അയ്യോ, സമയം 7:30. ആർക്കും സ്കൂളിൽ പോണ്ടേ? വേഗം കഴിക്കേ. എന്താണത്? സാമ്പാറിൽ ഇത്രയും ഉപ്പ് എന്താ വച്ചുണ്ടാക്കിയിരിക്കുന്ന? വിവരം കിട്ടവനെ. കറക്റ്റ് ആയിട്ടാണല്ലോ ഇട്ടത്. എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കള്ളം പറയുവാന്നോ? അതെ. എന്താ? അതെ, കഴിച്ചു നോക്കിട്ടാ പറഞ്ഞേ. ചേട്ടന്റെ സാമ്പാറിൽ ഉപ്പ് ചേർത്തത് ഞാനാ. പക്ഷെ ശിക്ഷ ഇപ്പൊ അവന്. എന്ത് ജഡ്ജാണോ? എന്താ വേണ്ടത് നിനക്ക്? ഞാൻ പറയാം. ആരോ വെച്ച ബോംബില് വേറെ ആരോ ചത്തു. അതിനുവേണ്ടി പടക്കം മറന്നു വെച്ചവനെ പിടിച്ച് അവന് ശിക്ഷ കൊടുക്കുന്നതിൽ എന്താ ന്യായം? ആരെ പറ്റിയാ പറയുന്ന നീ? ചിപ്പായി. വിധി പറയാൻ പോണില്ലേ? അയാളുടെ മോൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ കരയുന്നത് ഇവന് സഹിക്കുന്നില്ല. പാവം. ആ സ്കൂളിൽ കളക്ടറുടെ മോൻ പഠിക്കുന്നു, വക്കീലിന്റെ മകൻ പഠിക്കുന്നു, പോലീസുകാരന്റെ മകനും പഠിക്കുന്നു. പക്ഷെ ബോംബ് വെച്ച ശിവായുടെ മോനാണ് നിന്റെ ഫ്രണ്ട്. നിർത്തണ, അവൻ അമ്മയില്ലാത്ത കുട്ടിയെ അടിക്കില്ലേ? ഇനി നിനക്ക് 10 വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ ഇത്ര വർഷമായിട്ട് വിചാരണ നടത്തിയിരുന്ന എനിക്ക്
വിധി എങ്ങനെ എഴുതണമെന്ന് നീ പറഞ്ഞു തരുന്നോ? ആട്ടെ, ഇത്തവണ എത്രാമത്തെ റാങ്കാ? 5th റാങ്ക്. അവനോടോ ചോദിച്ചേ എത്രാമത്തെ റാങ്കടാ? 5th. ആ, അപ്പൊ നിന്നെക്കാളും ബുദ്ധിശാലികളെ 4 പേരുണ്ടല്ലോ നിന്റെ ക്ലാസ്സില്. അവരുടെ കൂട്ട് മാത്രം കൂട്, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടാ, എന്ത് കാണാൻ നിൽക്കുവാ? പോടുന്ന ആന്റി. പോട്ടെ, സാരമില്ല. ആനു ചോദിച്ചാൽ ഞാൻ കോടതി പോയിന്ന് പറ. ശരി സാർ. ഫോൺ ഞാൻ എടുക്കാം സാർ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ഹലോ, മജിസ്ട്രേറ്റ് സുകുമാരൻ ഹിയർ. അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. എന്നെ തട്ടിക്കൊണ്ടു വന്നച്ചാ. എന്താടാ പറയുന്നേ? സ്കൂളിൽ പോയില്ല നീ? ഞാൻ ഓട്ടോന്ന് ഇറങ്ങി സ്കൂളിലേക്ക് വരുമ്പോ അടിക്കില്ല സർ, വേദന എടുക്കുന്നു സർ. സർ വേണ്ട സർ, ഞാൻ പോലീസിനോടല്ല സംസാരിക്കുന്നത്, എന്റെ അച്ഛനോടാ. വേണ്ട സർ, വേദനിക്കുന്നു. എന്താ പറയുന്ന നീ? ഏയ് ജഡ്ജേ. ഏയ്, ആരാ നീ? പോയോ? നിനക്ക് നിന്റെ മോനോട് ഒട്ടും സ്നേഹമില്ലേ? അങ്ങനൊന്നും പറയല്ലേ, അവൻ എന്റെ ഒരേ ഒരു മോന. അവനെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് നിന്റെ മോനെ ജീവനോടെ വേണമെങ്കിൽ ആ ചിപ്പായുടെ വിധി മാറ്റി എഴുതും. അവനെ വിട്ടയച്ചാലേ നിന്റെ മോനെ വിട്ടയക്കും. എന്താ, മനസ്സിലായോ? ഉറപ്പായിട്ടും ചെയ്യാ സാർ. എന്റെ മോൻ എനിക്ക് വലുത്. ഏയ് നീ കലക്കിയടാ. ഇപ്പൊ തന്നെ നീ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇനി നിനക്ക് സിനിമയിൽ പോകാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. അയ്യോ, പോലീസ് ഓടിക്കോ, പോലീസ് ഓടിക്കോ. ഏയ്, അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ സ്വന്തം ജോലി ചെയ്യടാ. വേഗം വേഗം. മാധവ, നിന്നെ കാണാൻ നിന്റെ ആന്റി വന്നിരിക്കുന്നു. ഇത് നോക്ക് മാഡം, 24 മണിക്കൂറാണ് പരോൾ ടൈം. ഈ പോലീസുകാരൻ നിങ്ങളുടെ കൂടെ വരും. മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് വരണം. ഓക്കെ? ഓക്കെ. ഇത് പാക്ക് ചെയ്തോ? ഇതിന് 25 രൂപയാ. തരാം, പാക്ക് ചെയ്തോ. വഴിയിൽ എന്റെ ഫ്രണ്ട് മഹായുടെ വീട്ടിൽ പോയിട്ട് പോകാം ആന്റി, പ്ലീസ്. ശരി, വാ. ചേച്ചി, നിങ്ങളുടെ മോൻ വരുന്നു. അവന്റെ കൂടെ പോലീസും ഉണ്ട്. ഒരു സ്ത്രീയും വരുന്നുണ്ട്. എടുത്തോ, എല്ലാം എടുത്തോ. എല്ലാം എടുത്തു വെക്കേ. അവൻ എന്തിനാ പോലീസിനെ അങ്ങോട്ട് വരുന്നേ? വേഗം താത്തിയിടുവാ, താത്തിയിട്. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. അയ്യോ, വാ മോനെ, വാ. ഈ ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊക്കെ വേണ്ടി ജയിലിൽ പോയല്ലോ മോനെ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാന്ന് വിചാരിച്ചോളാം ആന്റി. ഞാൻ വേഗം തിരിച്ചു നീ വരും. വേഗം വരും. പക്ഷെ എന്റെ അച്ഛൻ വരാൻ ഇനി 14 വർഷമാവും. അതാണ് എന്റെ അമ്മയുടെ വിഷമം. നീ ചുമ്മാതിരിക്കടാ. നീ വാ മോനെ, വാ, വന്നിരിക്കെ. നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനെന്താ, അച്ഛൻ നന്നായിരിക്കുന്നു. ആന്റി, എനിക്ക് സമയമായി. എന്റെ ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, അടുത്തുള്ള അമ്പലത്തിലെ കുങ്കുമം എടുത്തോണ്ട് വരാം. അയ്യോ, താമസിക്കൂ ആന്റി. നീ നിന്റെ ആന്റിയെ കുങ്കുമം തൊട്ടാ വളരെ നല്ലതാ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ഏയ്, കഴിക്കാനൊന്നും തരില്ലേടാ? നീ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുവോ? മോരുണ്ടോ? ഉണ്ട്. എന്നാ താടാ. ഏയ്, ബോക്സ് ഓപ്പൺ ചെയ്താ ഉടൻ പൊട്ടണം, മനസ്സിലായോ? ഓപ്പൺ ചെയ്താൽ ഉടനെ ഒരു പീസ് ആയിക്കോളും. ബൈ ശരി, ആന്റി. വരട്ടെ. ബൈ മഹാ. 6 മാസം കഴിഞ്ഞു വരുമ്പോ കാണാം. ഹാപ്പി ബർത്ത്ഡേ താര, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കാ ആദ്യം? ഇവനല്ലേ ദൂരെ നിന്ന് വന്നത്? സോറി. അവന് കൊടുക്കേ. Many many happy returns of the day. താങ്ക് യു. It's okay. എല്ലാവരും പോയി കഴിക്കേ, ചെല്ലേ. ഹലോ മാധവ. ഹലോ, ഞാനാ മഹായാടാ. എന്താടാ? ഏയ്, എന്താടി ചെയ്യുന്നേ? ഞാനല്ല, അച്ഛനാണ്. എവിടെ? ബാൽക്കണിയിൽ. ഛേ, ഇതെന്ത് കഷ്ടം. പോയി ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്ക്. ആദ്യം മാധവന്റെ ഗിഫ്റ്റ് തുറക്കാം. ആ, ഓക്കെ ഓക്കെ, പോയി തുറന്നു നോക്ക്. ഹലോ, എന്താ ചുരുട്ടാണോ? അമ്മ എപ്പോഴാടാ സത്യം പറഞ്ഞത്? ആ ഗിഫ്റ്റ് തുറക്കല്ലേടാ, അതില് ബോംബ് വെച്ചിട്ടുണ്ടടാ. ആന്റി! അത് പൊട്ടിക്കല്ലേ, ഇവിടെ വാ. ഏയ്, നിന്നെ പേടിച്ചല്ലടി, നിന്റെ ചേട്ടനെ പേടിച്ചാടി. ശരി, ചേട്ടനെ വിളിക്കട്ടെ. അനു, നോക്ക്, മാധവൻ കൊടുത്ത ഗിഫ്റ്റ് ആദ്യം നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് താഴെ ഇട്ടേക്കുവാ. ആന്റി
എഴുന്നേക്ക ആന്റി. ആന്റി എന്നെ ഒന്ന് നോക്ക ആന്റി. ആന്റി എന്നെ വിട്ടേച്ച് പോയല്ലോ. ഇനി ഞാൻ നോക്കൂ. എങ്ങനെ ഈ സമയത്ത് നമ്മൾ ആ പയ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ശരി, എന്നാലും നമ്മുടെ ജോലി നമുക്ക് ചെയ്യാതെ പറ്റുമോ? ആന്റി, ആന്റി കണ്ണു തുറക്ക ആന്റി. വെരി സോറി സാർ. ഇന്നലെ വളരെ സന്തോഷത്തോടെ പയ്യനെ കൂട്ടിക്കൊണ്ടുപോയി, അതിനിടെ ഇങ്ങനെയൊക്കെ ആയി സാർ. പയ്യനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിനുള്ളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫോം എല്ലാം ഫിൽ ചെയ്യണം. കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല അവനെ പിടിക്ക്. ഏയ് അടുത്തത് ഞാൻ എല്ലാവരെയും കൊല്ലും. എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും. വായിട്. വേണ്ട അച്ഛാ, എനിക്ക് ദേഷ്യം വരും. എല്ലാവരും നോക്കി നിൽക്കുന്നത് പിടിക്കവനെ. കൊല്ലും ഞാൻ. പിടിക്കാൻ അച്ഛാ, all the smile that ages could let you cross those stages. ഏയ്, ആരടാ ഈ രാത്രിയിൽ കല്ലെടുത്തെറിയുന്നത്? ഏയ് ആരടാ? Oh Father, I lost my way. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല അച്ഛാ, അറിയാണ്ട് ചെയ്തതാ. അച്ഛാ, നീ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നല്ലോടാ. കണ്ടപ്പോ എന്റെ അച്ഛനെ പോലെ തോന്നി, അതുകൊണ്ടാ രക്ഷിച്ചത്. ഓ ആദവാ, ഇനി മുതൽ ഞാനാണ് നിന്റെ അച്ഛൻ. ആദവനല്ല, മാധവൻ. അത് അവിടെ. ഇവിടെ നീ ആദവൻ. പേര് മാത്രമല്ല, ആള് തന്നെ മൊത്തം മാറണം. രോഹി, എന്റെ കുടുംബത്തിൽ വന്ന് പിറന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ നീ. എന്നോട് ക്ഷമിക്കമ്മേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഈ വിവരം ആർക്കും അറിയില്ലല്ലോ. അറിയില്ല അമ്മമ്മേ. ഈ കാര്യം ആദ്യമായി അമ്മമ്മയോട് തന്നെ പറയുന്നേ. എനിക്ക് അമ്മയും അച്ഛനും അല്ലേ അമ്മമ്മേ. അമ്മമ്മ തന്നെ എന്നെ രക്ഷിക്കണം. 2 ദിവസത്തിനുള്ളിൽ ഇളയമ്മാന്റെ അച്ഛനും അമ്മയും നിന്റെ നിശ്ചയം നടത്താൻ ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കി വെച്ചല്ലോ നീ. എത്ര നാളായി? 3 മാസം. ഒരു കാര്യം ചെയ്യൂ, ആ ഇളയമാനെ തന്നെ കെട്ടാം. ഞാൻ സെലക്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോ ഏത് മാനായാലും കഴുതിയായാലും ഓക്കെ. അല്ല, ഇളയമാൻ പാവല്ലേ? അവൻ ജർമ്മനിയിൽ വളർന്ന പയ്യനാടി. ഇതൊക്കെ അവിടെ സർവ്വസാധാരണം. എല്ലാറ്റിനും ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ അല്ല, ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ. അവളെ കെട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം. ഏത്? തോളിൽ 1 ഇട്ട് കയ്യിലും 2 പിടിച്ച് ഗ്രൂപ്പായിട്ട് വരും. അവളെ ഞാൻ കെട്ടണമെന്നോ? ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനാവാൻ നീ പുണ്യം ചെയ്യണം. അയ്യോ അയ്യോ, ഇത് വളരെ മോശമായ കുടുംബം, പന്ന കുടുംബം. ഞാൻ പോണു, ഞാൻ ഫോറിലേക്ക് പോണു. നിക്കടാ, എന്തിനാടാ മോശമായിട്ടൊക്കെ പറയുന്നേ? ഇപ്പോഴെന്തിനാടാ ഓടുന്നേ? പിന്നല്ലാതെ ഏതോരത്തും ചെയ്ത ട്യൂണിന് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറയുന്നോ? ആര് ചെയ്താൽ എന്താണ്? സോങ് ഹിറ്റാകും. ഇത് സോങ് അല്ല, താങ്. താങ്ക് യു അമ്മമ്മ. അമ്മമ്മയാണ് അമ്മമ്മ. ആട്ടെ, ഇളയമാനെ തുരുത്താൻ ആരാ ഇങ്ങനെ ഒരു സൂപ്പർ ഐഡിയ തന്നത്? അതാ ഞാൻ ഓർത്ത, ഇത്ര ചീപ്പ് ഐഡിയ ഒന്നും മാധവൻ തരില്ല. ആട്ടെ, ആരെ കെട്ടാനാ അവനെ വരട്ടാൻ പറഞ്ഞത്? മാധവൻ. മാധവൻ വരുന്നേ.